ഇന്നത്തെ BB+-നകത്ത് രാത്രി ഒരു 1:30 നേരത്ത് നടക്കുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട്. കുറെ നേരം മുമ്പ് ലൈവില് ശ്രീരേഖ കൺഫെഷൻ റൂമിൽ വിളിച്ചിരുത്തി ബിഗ് ബോസ് ചോദിച്ചു, എന്താ ശ്രീരേഖ പ്രാങ്കിന്റെ കാര്യമൊക്കെ പറയുന്നത് കേട്ടല്ലോ എന്ന്. ഇത് രാവിലെ പവർ ടീമിലുള്ള ഒരു പ്ലാൻ ചെയ്തതാണ്. അപ്പൊ ബിഗ് ബോസ് ഇത് കേട്ടിട്ട് വിളിപ്പിച്ചതാണ്. അപ്പൊ ശ്രീരേഖ പറയുന്നു, ഇന്ന പോലെ ഒരു പരിപാടി ഉണ്ട് ബിഗ് ബോസ്, ചെയ്യാൻ സമ്മതിക്കുകയാണെങ്കിൽ പാതിരാത്രി പൊളിച്ചെടുക്കാമെന്ന് ശ്രീരേഖ പറയുന്നു. ബിഗ് ബോസ് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് വിട്ടു ശ്രീരേഖ. പക്ഷെ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു വിട്ടപ്പോ പുള്ളി പോലും പ്രതീക്ഷ കാണത്തില്ല ഇമാതിരി ഒരു സാധനമാണ് ഇവര് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അമ്മാതിരി കിടു സാധനം. പവർ ടീമിലെ സ്ത്രീജനങ്ങൾ എല്ലാരും യക്ഷികളായിട്ട് വേഷമിട്ട് പാതിരാത്രി എല്ലാവരെയും റൂമിൽ പോയി പേടിപ്പിക്കാനായിരുന്നു പ്ലാന്. പക്ഷെ അത് പ്ലാൻ ചെയ്തതിന് അപ്പുറം പോയി എന്ന് വേണം പറയാൻ. മോശം പറയരുതല്ലോ, 3 പേർക്ക് നല്ല ഒന്നാന്തര യക്ഷി ലുക്ക് ഉണ്ടായിരുന്നു. ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചു കഴിഞ്ഞാൽ ആരായാലും പേടിക്കുകയും ചെയ്യും. അതൊരു 1-1.5 ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡീപ് സ്ലീപ്പിൽ കയറുന്ന ഒരു ടൈമാണ്. അപ്പൊ ആ സമയത്ത് കൊടുക്കാൻ പറ്റിയ ഒരു പ്രാങ്കാണ് ഇത്. മുട്ടം പണി തന്നെയാണ്. ഏറ്റവും രസകരമായ റിയാക്ഷൻ തന്നത് ജാസ്മിനും രതീഷും ജിൻഡോയും ഒക്കെയാണ്. നമ്മുടെ അർജുനും സിജോയും ഒക്കെ ആകെ ട്യൂബ്ലൈറ്റ് അടിച്ച് ഇങ്ങനെ കിടക്കുവാണ്. സ്വപ്നമാണോ റിയൽ ആണോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ കിടക്കുകയാണ്. ഈ രതീഷും ജിൻഡോയും പിന്നെ ജാസ്മിനും കാര്യം മനസ്സിലാക്കി ഓവർ റിയാക്ട് ചെയ്തതാണോ എന്ന് അറിയില്ല. പക്ഷെ BB+ൽ കണ്ടപ്പോ എനിക്ക് നല്ല ചിരി വന്നു എല്ലാവരുടെ റിയാക്ഷൻ കണ്ടപ്പോ. അമ്മാതിരി വിറ്റായിരുന്നു ഇത്. ലൈവില് കണ്ടാൽ എല്ലാവരുടെയും റിയാക്ഷൻസ് കുറച്ചും കൂടെ നന്നായിട്ട് കാണിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഇവരുടെ ഒരു പ്രാങ്ക് റാപ്പപ്പ് ആവുന്ന ഭാഗങ്ങളും കൃത്യമായിട്ട് കാണിച്ചിട്ടില്ല BB+-നകത്ത്. ഒരു കുറെ ഷോർട്സ് എടുത്തിട്ടുണ്ട്, ഇങ്ങനെ നടന്നു വന്നിട്ട് ഇങ്ങനെ യക്ഷികളായിട്ട് നടന്നു വരുന്ന ഷോർട്സ് ഒക്കെ. അതൊക്കെ പൊളിയായിരുന്നു, ഇജാതി ഇമ്പാക്റ്റ് ആയിരുന്നു. എന്തായാലും നമുക്ക് ലൈവിന്റെ അകത്ത് ഈ ഒരു സംഭവം കാണിക്കുന്നതായിട്ട് കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.